നമസ്കാരം. ഷേർലി ജാക്സന്റെ ദി ലോട്ടറി എന്ന ചെറുകഥയെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കഥയുടെ സംഗ്രഹവും അതിലെ പ്രധാന ആശയങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളും ഞങ്ങളുടെ മുന്നിലുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കഥ എത്ര തവണ വായിച്ചാലും ഒരു അസ്വസ്ഥത ബാക്കി നിൽക്കും. ഇന്ന് നമ്മൾ ആ അസ്വസ്ഥതയുടെ കാരണം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഒരു സാധാരണ ഗ്രാമം, സാധാരണ മനുഷ്യർ, പിന്നെ നല്ല വെയിലുള്ള ഒരു ദിവസം. എന്നിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ വെച്ച് ഈ കഥയുടെ ഓരോ ഭാഗവും നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. പാരമ്പര്യം, ആൾക്കൂട്ട മനഃശാസ്ത്രം, ധാർമ്മികതയുടെ തകർച്ച, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. ശരി, അപ്പം നമുക്ക് കഥയുടെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജൂൺ 27 മനോഹരമായ ഒരു പ്രഭാതം. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു, കുട്ടികൾ സ്കൂൾ അവധിയുടെ സന്തോഷത്തിൽ കളിക്കുന്നു. വായിക്കുമ്പോൾ ഒരു സമാധാനപരമായ ഗ്രാമത്തിന്റെ ചിത്രമാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ഈ ശാന്തത ഒരു കെണിയാണെന്ന് പിന്നീട് മനസ്സിലാവുന്നു, അല്ലേ? അതെ, അതൊരു മനഃശാസ്ത്രപരമായ കെണിയാണ്. നിങ്ങൾ നൽകിയ വിശകലനത്തിൽ ഈ പോയിന്റ് കൃത്യമായി പറയുന്നുണ്ട്. ഒരു ഹൊറർ കഥ വായിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഭീകരമായ എന്തോ ഒന്ന് പ്രതീക്ഷിക്കും. ഇരുണ്ട രാത്രി, വിജനമായ സ്ഥലം, അങ്ങനെയൊക്കെ. എന്നാൽ ഇവിടെ ജാക്സൺ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും സാധാരണവും സുന്ദരവുമായ ഒരു പശ്ചാത്തലം നൽകി നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നു. അതുകൊണ്ടുതന്നെ അവസാനം ആ ക്രൂരത നടക്കുമ്പോൾ അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. ആ സാധാരണത്വമാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ഭീകരത. ശരിയാണ്. ആ ഗ്രാമീണർ ഒരുമിച്ചു കൂടുന്നത് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലാണ്. അവർ കൃഷിയെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. കുട്ടികൾ കല്ലുകൾ പെറുക്കിക്കൂട്ടി കളിക്കുന്നു. ആ കല്ലുകൾ എന്തിനാണെന്ന് നമുക്കപ്പോൾ അറിയില്ല. ആ ഒരൊറ്റ രംഗം തന്നെ കഥയുടെ അവസാനം ഓർക്കുമ്പോൾ നമ്മളെ വേട്ടയാടും. തീർച്ചയായും. അവർ ഒരുമിച്ചു കൂടുന്നതല്ലേ ലോട്ടറി എന്ന വാർഷിക ആചാരത്തിനാണ്. ജൂണിലെ ലോട്ടറി ധാന്യം കനക്കും, വൈകാതെ എന്ന് ഓൾഡ് മാൻ വാർണർ പറയുന്നൊരു ഡയലോഗുണ്ട്. നല്ല വിളവ് കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരുതരം ബലിയാണ് ഇതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെട്ട ഒരു ചടങ്ങ് മാത്രമായി മാറിയിരിക്കുന്നു. ആ ചടങ്ങിന്റെ കേന്ദ്രബിന്ദു ആ കറുത്ത പെട്ടിയാണ്. വളരെ പഴയ, ജീർണിച്ച ഒരു പെട്ടി. പലയിടത്തും പൊളിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ പെട്ടിയെന്നോ നഷ്ടപ്പെട്ടുപോയി. ആചാരത്തിന്റെ പല ഭാഗങ്ങളും അവർ മറന്നുപോയി. എന്നിട്ടും അവർ ആ പഴയ പെട്ടി തന്നെ ഉപയോഗിക്കുന്നു. എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടവർക്ക് പുതിയൊരെണ്ണം ഉണ്ടാക്കിക്കൂടാ? നിങ്ങൾ നൽകിയ വിശകലനത്തിലെ ഒരു രസകരമായ പോയിന്റ് ഇതാണ്. ആ പെട്ടി ജീർണിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് മാറ്റാൻ തയ്യാറല്ല. കാരണം ആ പെട്ടി മാറ്റിയാൽ ഒരുപക്ഷെ അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആ പഴയ പെട്ടി ഒരു മറയാണ്, ചിന്തയിൽ നിന്നുള്ളൊരു രക്ഷപ്പെടൽ. അത് മാറ്റുന്നത് ആചാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകും. എല്ലായ്പ്പോഴും ഒരു ലോട്ടറി ഉണ്ടായിരുന്നു എന്ന ഒരൊറ്റ ന്യായീകരണത്തിലാണ് ആ ഗ്രാമം മുഴുവൻ നിലനിൽക്കുന്നത്. ആ പെട്ടി ആ ചോദ്യം ചെയ്യപ്പെടാത്ത പാരമ്പര്യത്തിന്റെ ഭൗതികമായ രൂപമാണ്. അപ്പോൾ അവർ ആചാരത്തിന്റെ പല ഭാഗങ്ങളും മറന്നു, പെട്ടി ജീർണിച്ചു. എന്നിട്ടും അത് നിർത്തുന്നില്ല. പേടി കൊണ്ടാണോ അതോ ശീലം കൊണ്ടാണോ അവരിത് തുടരുന്നത്? രണ്ടും ചേർന്നതാണെന്ന് പറയാം. ഓൾഡ് മാൻ വാർണർ പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? തൊട്ടടുത്ത ഗ്രാമങ്ങൾ ലോട്ടറി നിർത്തിയതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അയാൾ പുച്ഛത്തോടെ ചിരിക്കുന്നു. വിഡ്ഢിക്കൂട്ടം എന്നാണ് അവരെ വിളിക്കുന്നത്. പാരമ്പര്യം ഉപേക്ഷിച്ചാൽ അവർ കാടന്മാരായി ജീവിക്കേണ്ടി വരുമെന്നോ അയാൾ ഭയപ്പെടുന്നു. അയാൾക്ക് പാരമ്പര്യമെന്നത് നാഗരികതയുടെ അടയാളമാണ്. അതിന്റെ ഉള്ളടക്കം എത്ര ക്രൂരമാണെങ്കിലും. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ശീലമാണ്, വർഷാവർഷം ചെയ്യുന്നൊരു കാര്യം. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അത്രമാത്രം. ഈ ഒരു പശ്ചാത്തലത്തിലേക്കാണ് ടെസ്സി ഹച്ചിൻസൺ വൈകി ഓടിക്കേറി വരുന്നതല്ലേ? അവർ വരുന്നത് തന്നെ ഒരു തമാശയോടെയാണ്. ഇന്ന് ഏത് ദിവസമാണെന്ന് ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ആൾക്കൂട്ടത്തിൽ ചേരുന്നു. തുടക്കത്തിൽ അവർ ഈ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അവർക്കൊരു എതിർപ്പുമില്ല. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടെസ്സി ഒരു വിപ്ലവകാരിയല്ല. അവർ ആ ഗ്രാമത്തിലെ മറ്റേതൊരു സ്ത്രീയെയും പോലെയാണ്. ആചാരത്തിൽ വിശ്വസിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരാൾ. അതുകൊണ്ടാണ് പിന്നീട് നടക്കുന്ന സംഭവങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടാകുന്നത്. നറുക്കെടുപ്പ് തുടങ്ങി ഓരോ കുടുംബനാഥന്മാരും പേപ്പർ എടുക്കുന്നു. ഭർത്താവ് ബിൽ ഹെച്ചിൻസന്റെ പേരാണ് വരുന്നതെന്നറിയുമ്പോൾ ടെസ്സിയുടെ മനോഭാവം പൂർണ്ണമായും മാറുന്നു. അതുവരെ ചിരിച്ചു നിന്നവർ പെട്ടെന്ന് വിളിച്ചു പറയുകയാണ്, അത് ശരിയായില്ല, ബില്ലിന് നറുക്കെടുക്കാൻ ആവശ്യത്തിന് സമയം കിട്ടിയില്ല. ആ നിമിഷമാണ് കഥയുടെ ഗതി മാറുന്നത്. ഇവിടെയാണ് നിങ്ങൾ നൽകിയ കുറിപ്പുകളിലെ സംഘർഷത്തെക്കുറിച്ചുള്ള വിശകലനം പ്രസക്തമാകുന്നത്. ടെസ്സിയുടെ പ്രതിഷേധമാണ് കഥയിലെ പ്രധാന സംഘർഷം. പക്ഷേ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം.
ലോട്ടറി എന്ന ആചാരം തന്നെ ക്രൂരമാണ്, ഇത് നിർത്തണം എന്നല്ല അവർ പറയുന്നത്. മറിച്ച് എന്റെ കുടുംബത്തിന് നറുക്ക് വീണത് ശരിയായില്ല, നറുക്കെടുപ്പിൽ എന്തോ പിശകുണ്ട് എന്നാണ്. ശരിയാണ്. ആചാരത്തെ അവർ ചോദ്യം ചെയ്യുന്നില്ല, അതിന്റെ നടത്തിപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് തനിക്ക് ദോഷകരമായി ബാധിച്ചപ്പോൾ മാത്രം. അതെ, അതുവരെ ആ ആചാരത്തിൽ അവർക്കും പങ്കുണ്ടായിരുന്നു. ഒരുപക്ഷേ കഴിഞ്ഞ വർഷം മറ്റൊരാൾക്ക് നറുക്ക് വീണപ്പോൾ ടെസ്സിയും കല്ലെറിയാൻ കൂടിയിട്ടുണ്ടാവാം. സ്വന്തം സുരക്ഷ അപകടത്തിലാകുമ്പോൾ മാത്രം നിയമങ്ങളെയും വ്യവസ്ഥകളെയും ചോദ്യം ചെയ്യുന്ന മനുഷ്യന്റെ കാപട്യമാണ് ഷേർലി ജാക്സൺ ഇവിടെ കാണിച്ചു തരുന്നത്. അത് ഈ കഥയെ കൂടുതൽ ഭയാനകമാക്കുന്നു. കാരണം ടെസ്സി ഒരു ഹീറോയല്ല, അവർ നമ്മളെപ്പോലെ സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണ്. പിന്നീട് ഹച്ചിൻസൺ കുടുംബത്തിലെ 5 പേർക്കായി വീണ്ടും നറുക്കെടുപ്പ് നടക്കുന്നു. ഭർത്താവ് ബിൽ, ടെസ്സി, പിന്നെ അവരുടെ 3 മക്കൾ. ആ രംഗം വളരെ പിരിമുറുക്കം നിറഞ്ഞതാണ്. ഓരോരുത്തരായി പേപ്പർ തുറക്കുന്നു. മക്കളായ ഡേവി, നാൻസി, ബിൽ ജൂനിയർ എന്നിവരുടെ കയ്യിലുള്ള കടലാസ് ശൂന്യമാണെന്ന് കാണുമ്പോൾ അവർ ആശ്വാസത്തോടെ ചിരിക്കുന്നു. സ്വന്തം അമ്മയുടെ ജീവനാണ് അപകടത്തിലെന്നോർത്തല്ല, തങ്ങൾ രക്ഷപ്പെട്ടു എന്നോർത്താണ്. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മരവിപ്പ് അനുഭവപ്പെടും. കുടുംബബന്ധങ്ങൾക്ക് പോലും ആ ആകാരത്തിനു മുന്നിൽ സ്ഥാനമില്ലാതാകുന്നു. ഒടുവിൽ കറുത്ത പുള്ളിയുള്ള കടലാസ് ടെസ്സിയുടെ കയ്യിലാണെന്ന് തിരിച്ചറിയുന്നു. അതോടെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങുന്നു. അതെ, വേഗം തീർക്കാം എന്ന് മിസ്റ്റർ സമ്മേഴ്സ് പറയുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഗ്രാമീണർ കല്ലുകൾ പെറുക്കാൻ തുടങ്ങുന്നു. ടെസ്സിയുമായി കുറച്ചു മുൻപ് സൗഹൃദ സംഭാഷണം നടത്തിയ മിസ്സിസ് ഡെലാക്രോയ് വലിയൊരു കല്ലെടുക്കുന്നു. ഏറ്റവും ഭീകരമായ കാര്യം, കൊച്ചുകുട്ടിയായ ഡേവിക്ക് പോലും കുറച്ച് കല്ലുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തത്തിന്റെ വിഭജനം എന്ന ആശയം വരുന്നത്. ആൾക്കൂട്ടത്തിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ ഇത് ചെയ്യുന്നത് എന്നാണ്. ആരും കല്ലെറിയാൻ തുടങ്ങുന്നില്ല, എന്നാൽ ആരും നിർത്തുന്നുമില്ല. എല്ലാവരും മറ്റുള്ളവരെ നോക്കി ഒരുമിച്ചു നീങ്ങുന്നു. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം 300 പേർക്കായി വിഭജിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആരും ഉത്തരവാദിയല്ലാതായി മാറുന്നു. അതൊരു വ്യക്തിപരമായ ക്രൂരതയല്ല, ഒരു സാമൂഹികമായ ചടങ്ങായി മാറുന്നു. അതുകൊണ്ടാണ് മിസസ് ഡെലാക്രോയ്ക്ക് ഒരു മടിയുമില്ലാതെ കല്ലെടുക്കാൻ കഴിയുന്നത്. അവർ ചെയ്യുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, ഗ്രാമത്തിനു വേണ്ടിയുള്ള ഒരു കടമയാണ്. ഇത് ശരിയല്ല, ഇത് ന്യായമല്ല എന്ന് ടെസ്സി അവസാനമായി നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ആരും അത് കേൾക്കുന്നില്ല. ആദ്യത്തെ കല്ല് അവരുടെ തലയിൽ വന്ന് വീഴുന്നതോടെ കഥ അവസാനിക്കുന്നു. അപ്പോൾ ഷേർലി ജാക്സൺ നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? പാരമ്പര്യങ്ങളെ അന്ധമായി പിന്തുടരുന്നതിനെക്കുറിച്ചാണോ? അതുമാത്രമല്ല, അതിലും ആഴത്തിലുള്ളൊരു മുന്നറിയിപ്പുണ്ട്. സ്വന്തം മനസാക്ഷിയെയും ചിന്താശേഷിയെയും ഒരു സമൂഹത്തിന്റെയോ അധികാരത്തിന്റെയോ മുന്നിൽ അടിയറവ് വയ്ക്കുന്നതിലെ അപകടത്തെക്കുറിച്ചാണ് ആ മുന്നറിയിപ്പ്. ഈ ഗ്രാമീണർ ജന്മനാ ദുഷ്ടന്മാരല്ല. അവർ ചിന്തയില്ലാതെ, ചോദ്യം ചെയ്യാതെ ഒരാചാരം പിന്തുടർന്ന് ക്രൂരതയെ സാധാരണവൽക്കരിച്ച സാധാരണക്കാരാണ്. പരിഷ്കൃതമെന്ന് തോന്നിപ്പിക്കുന്ന സ്ക്വയർ ഡാൻസും ടീൻ ക്ലബ്ബുമൊക്കെ നടത്തുന്നൊരു സമൂഹം ഏറ്റവും പ്രാകൃതമായ ഒരു കാര്യം ചെയ്യുന്നു. ഇതാണ് കഥയിലെ ആക്ഷേപഹാസ്യം. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാതെ പിന്തുടരുന്ന നിയമങ്ങളോ സാമൂഹിക വിശ്വാസങ്ങളോ ഒരുപക്ഷേ നമ്മുടെ കാലത്തെ ലോട്ടറികളായിരിക്കാം. തീർച്ചയായും. അതാണ് ഈ കഥയെ എക്കാലത്തും പ്രസക്തമാക്കുന്നത്. ഇത് 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം എഴുതിയ കഥയാണ്. ഹോളോകോസ്റ്റ് പോലുള്ള ഭീകരതകൾ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു പരോക്ഷമായ വിശകലനം കൂടിയായി ഇതിനെ കാണാം. സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാണ് ഭീകരമായ കൃത്യങ്ങളിൽ പങ്കാളികളായത്. ഞങ്ങൾ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന വാദം പോലെയാണിത്. ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ എളുപ്പമാണ്. ഈ കഥ നമ്മളെയും ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു അനീതി കാണുമ്പോൾ അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ നമ്മളിൽ പലരും നിശബ്ദരായിരിക്കും. ടെസ്സി ഹച്ചിൻസനെ പോലെ ആപത്ത് നമ്മുടെ പടിവാതിൽക്കലെത്തുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നതും. വളരെ ശരിയാണ്. ആ നിശബ്ദതയാണ് ഇത്തരം വ്യവസ്ഥിതികളെ നിലനിർത്തുന്നത്. ആ ഗ്രാമത്തിലെ ഓൾഡ് മാൻ വാർണറെപ്പോലെ കുറച്ചുപേർ മാത്രമായിരിക്കും ആചാരത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നത്. ഭൂരിപക്ഷം പേരും അതിന്റെ ഭാഗമാകുന്നത് മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നൊരുത്തോ അല്ലെങ്കിൽ എതിർക്കാനുള്ള ധൈര്യമില്ലായ്മ കൊണ്ടോ ആകാം. ആ സാമൂഹിക സമ്മർദ്ദമാണ്, കൺഫോമിറ്റി, അവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ. അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾ ചിന്തിക്കാനായി ഒരു കാര്യം കൂടി. തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പ്രതിഷേധിക്കുന്ന ടെസ്സി ഹച്ചിൻസണിലാണ് കഥ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
എന്നാൽ വർഷങ്ങളായി ഇതെല്ലാം കണ്ടും പങ്കെടുത്തും നിശബ്ദരായി നിന്ന ആ 300ഓളം ആളുകളെക്കുറിച്ചോ? കഥയുടെ പേര് ടെസ്സി ഹച്ചിൻസൺ എന്നല്ല, ദ ലോട്ടറി എന്നാണ്. ഒരുപക്ഷേ യഥാർത്ഥ ഊന്നൽ ഇരയ്ക്കല്ല, ആ ക്രൂരത സംഭവിക്കാൻ അനുവദിക്കുന്ന, അതിൽ പങ്കാളികളാകുന്ന ആൾക്കൂട്ടത്തിനായിരിക്കാം. ആ നിശബ്ദതയ്ക്ക് ഒരു സമൂഹം നൽകുന്ന യഥാർത്ഥ വില എന്തായിരിക്കും?